ഹൗ ടു ഓവർകം പ്രൊക്രാസ്റ്റിനേഷൻ. നമ്മൾക്ക് നീട്ടി വെക്കണ ശീലമുള്ള ആൾക്കാരാണോ? ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഇപ്പോൾ വേണ്ട, എന്നാൽ പിന്നെ എപ്പോഴാ ചെയ്യുക? വേണ്ട, ഇപ്പോൾ വേണ്ട, ഇപ്പോൾ വേണ്ട എന്നാണ് മനസ്സ് പറയുന്നത്. മാറ്റി വെക്കേണ്ട, ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇപ്പം തന്നെ ചെയ്യണം. ഇഫ് നോട്ട് നൗ, വെൻ? ഇപ്പം ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്, അല്ലേ? നമ്മളൊക്കെ ചില സമയത്ത് മാസ്റ്റേഴ്സ് ഇൻ പ്രൊക്രാസ്റ്റിനേഷനാണ്. ഈ നീട്ടി വെച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നില്ല. ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പം തന്നെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. ഇപ്പം നമ്മളോട് കറണ്ട് ബിൽ അടയ്ക്കാൻ പറഞ്ഞു വയ്ക്കും. നമ്മളിപ്പോൾ അത് അടച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഡ്യൂ ഡേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം ചെയ്തില്ലെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യേണ്ടി വരും, അല്ലേ? അതുപോലെ തന്നെ പഠിക്കേണ്ട കാര്യങ്ങൾ അന്നന്ന് പഠിക്കാൻ പറയും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ആ സ്റ്റഡി ലീവ് ഉണ്ടല്ലോ, അങ്ങനെ മാറ്റി മാറ്റി വയ്ക്കും. ഈ കുറച്ച് നമ്മൾ ചെറുപ്രായത്തിലാണെങ്കിൽ ഈ കാർട്ടൂണിൻ്റെ ഈ ഒരു എപ്പിസോഡ് കണ്ട് കഴിഞ്ഞിട്ട് പഠിക്കാം അമ്മയെന്ന് പറയും, അല്ലേ? അതുപോലെ ഓരോ കാര്യങ്ങൾ മാറ്റി വെച്ച് നമ്മുടെ ബേർഡൻ കൂടെയുള്ളൂ. ഇനി അപ്പപ്പുള്ള കാര്യങ്ങൾ അപ്പപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിയാ എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ എന്തുകൊണ്ടാ ചെയ്യാത്തത്? വാട്ട് ഈസ് ദ റൂട്ട് കോസ് ഓഫ് പ്രൊക്രാസ്റ്റിനേഷൻ? നമ്മൾ എന്തിനാ നീട്ടി വെക്കുന്നത്? പലപ്പോഴും ഫസ്റ്റ് കോസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സ് തന്നെയാണ്. വലിയ ആളുകളിലൊക്കെ നമുക്ക് നല്ല സ്ട്രെസ് ഉണ്ടാവും. ഈ പണി പെർഫെക്റ്റായിട്ട് ചെയ്യണം. ആ പെർഫെക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഞാൻ നല്ലോണം റിസർച്ച് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ നല്ലോണം ടൈം സ്പെൻഡ് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. സോ ഇറ്റ് ടേക്സ് ടു മച്ച് ടൈം. അപ്പോൾ എന്ത് ചെയ്യാം? കുറച്ച് നേരം റിലാക്സ് ചെയ്യാം, കുറച്ച് നേരം പാട്ട് കേൾക്കാമെന്നിരിക്കും. ഈ ഒരു 5 മിനിറ്റ് പാട്ട് കേൾക്കാമെന്ന് വെച്ചാൽ നമ്മൾ 10 മിനിറ്റ് പാട്ട് കേട്ടിരിക്കും, അല്ലെങ്കിൽ 20 മിനിറ്റ് പാട്ട് കേട്ടിരിക്കും. പിന്നെ നമ്മൾ ഈ ചെയ്യേണ്ട സാധനം, ഒയ്യോ ടൈം കഴിഞ്ഞല്ലോ, ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഈ കാര്യം ഞാൻ നാളേക്ക് മാറ്റി വയ്ക്കുന്നു. ചില ആൾക്കാർ ഒരു ഡേ നീട്ടിവെക്കും, ചില ആൾക്കാരോ ദിവസങ്ങളോളം നീട്ടിവെക്കും, ചില ആൾക്കാർ മാസങ്ങളോളം നീട്ടിവെക്കും. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നീട്ടിവെച്ചിട്ടില്ലേ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു നല്ല സി വി സെറ്റ് ചെയ്യാൻ ആലോചിച്ച് തുടങ്ങിയിട്ട് മാസങ്ങളായി. പക്ഷേ ഇതുവരെ സി വി സെറ്റ് ചെയ്തിട്ടില്ല. നല്ലൊരു ഫോർമാറ്റ് എടുത്ത് സി വി സെറ്റ് ചെയ്യണമെന്ന് ആലോചിച്ച് തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അതുകൊണ്ട് ഇനിയെങ്കിലും നീട്ടിവെക്കൽ മതിയാക്കൂ എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ദെൻ പ്രയോറിറ്റൈസ് യുവർ ടാസ്ക്. പിന്നെ ഒരു 5 മിനിറ്റ് നീട്ടിവെച്ചുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ 5 മിനിറ്റ് റിലാക്സേഷൻ 10 മിനിറ്റിലോട്ട് പോകുമ്പോഴാണ് കാര്യം നടക്കാണ്ടാവുക. ഹൗ ടു ഓവർകം? ഇതെങ്ങനെ നമ്മൾ ഓവർകം? ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്നുള്ളൊരു ഹാബിറ്റ് നമ്മൾ ലേസിനെസ്സിലോട്ട് പോകാണ്ട് എങ്ങനെ ഓവർകം ചെയ്യും? നമുക്ക് ഇഷ്ടമുള്ള ടാസ്ക് വേഗം ചെയ്യാം. പിന്നെ നമ്മളൊരു കാര്യം റിവാർഡിംഗ് ആയിട്ട് നമ്മളോട് തന്നെ പറയുക, നമ്മൾ ഇത് ചെയ്ത് ഒരു 5 മിനിറ്റ് വെക്കുക. 5 മിനിറ്റിനുള്ളിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കൊരു മൂവി കാണാൻ പറ്റും എന്ന് സ്വയം റിവാർഡിങ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ടാസ്ക് ഒരു ടാസ്ക്കായി തോന്നില്ല. ഫണ്ണായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേഗം ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടാവുമല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഈ ഒരു 5 മിനിറ്റിൽ ഞാൻ കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മൂവി കാണാൻ പറ്റും എന്ന് മനസ്സിലോട് പറഞ്ഞ് 5 മിനിറ്റോടെ കുക്കിംഗ് ചെയ്യാൻ പറ്റില്ല, ഒരു ഹാഫ് ആൻ അവർ എടുക്കും. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫൺ ആക്ടിവിറ്റി അവിടെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ആ ടാസ്ക് ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് പ്രൊക്രാസ്റ്റിനേഷൻ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് ചോദിച്ചാൽ ആണ്, പക്ഷേ നമ്മളെക്കൊണ്ട് മാറ്റാൻ പറ്റാത്തത് ഒന്നുമില്ല. പിന്നെ സ്ട്രെസ്സ് മാത്രമല്ല കേട്ടോ, ചില സമയത്ത് ഓവറായിട്ട് നമ്മൾ പെർഫെക്ഷൻ ആവണം, നമ്മളൊരു പെർഫെക്ഷനിസ്റ്റ് ആണ് എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മൾ ഈ സ്ട്രെസ്സ് മാത്രമല്ല, നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ഒരു ബിലീഫ് ഇല്ലേ, നമ്മളോട് തന്നെ ഉള്ളൊരു സെൽഫ് ടോക്ക്, നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് ഉണ്ടല്ലോ, അതും നമ്മൾ ഈ സംഭവങ്ങളൊക്കെ നീട്ടി വയ്ക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. ഞാൻ തന്നെ എല്ലാ തിങ്കളാഴ്ചയും യൂട്യൂബ് വീഡിയോ ഇടണം എന്ന് വിചാരിക്കും. പക്ഷെ അത് ചില സമയത്ത് ചൊവ്വാഴ്ചയായി പോവും. കാരണം എന്താ വെച്ചാൽ തിങ്കളാഴ്ച കുറച്ച് വേറെ വേറെ പ്രയോറിറ്റൈസ് ചെയ്ത് വരും. അപ്പോൾ മുന്നേ തന്നെ നമുക്ക് ചെയ്യാനുള്ള ടാസ്കുകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാസ്ക് ഒരു ടാസ്ക്കായിട്ട് മാറില്ല. സോ ഹൗ ടു ഓവർകം പ്രൊക്രാസ്റ്റിനേഷൻ എന്നുള്ളതിനെ പറ്റിയിട്ട് ചെറുതായിട്ടൊരു ധാരണ കിട്ടിയല്ലോ. ഇനിയും സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ എളുപ്പവഴികൾ കാണാൻ പറ്റും കേട്ടോ നമുക്ക്. അപ്പം എല്ലാവർക്കും അങ്ങനെ ഒരു നീട്ടി വെക്കണ ശീലമുണ്ടെങ്കിൽ നീട്ടി വെക്കാണ്ട് ഡു ഇറ്റ് നൗ എന്നുള്ള ഒരു ഇതിലേക്ക് ഹാബിറ്റ് ചേഞ്ച് ആവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മി, ജിത്ത.